നമസ്കാരം. പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനുഭവമാണ് നമ്മൾ പറയുന്നത്. പ്രാവ് വളർത്തുന്നവർക്ക് എല്ലാവർക്കും പല പ്രാവിൽ തന്നെ പല അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഇവിടെ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുന്നേ നമ്മുടെ ഒരു പ്രാവിന് കാങ്കർ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ നോക്കി അതിനെ മാറ്റിയെടുത്തു. അതപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം എന്ന ഇതിലാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ കാങ്കർ എന്ന് പറഞ്ഞ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റി നല്ല രീതിയിൽ നമ്മൾ പ്രാവ് പണ്ടത്തെ ഉഷാരേക്ക് തന്നെ നമുക്ക് എത്തിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രാവിനെ ഒരു ദിവസം വൈകിട്ട് നോക്കിയപ്പോൾ അതിലൊരു ബ്രീഡിംഗ് പെയറായിരുന്നു. അത് ഒരു എഗ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഫീമെയിലിനാണ് വയ്യാണ്ടായി നമ്മൾ കണ്ടത്. അപ്പോൾ അത് ഫുഡ് എടുക്കാനുള്ള അപ്പോൾ നമ്മൾ അതിനെ പിടിച്ച് ഒന്ന് നോക്കി എന്തെങ്കിലും കുഴപ്പങ്ങൾ നോക്കിയപ്പോൾ കുഴപ്പങ്ങൾ പെട്ടെന്ന് അതിന് കണ്ടില്ല. പിന്നെ നമ്മൾ അതിന് ഫുഡൊന്ന് ഹാൻഡ് ഫീഡ് ചെയ്യാമെന്ന് നോക്കി വായ തുറന്ന് നോക്കി വായിൽ ഹാൻഡ് ഫീഡ് ചെയ്യാം എന്ന് നോക്കിയപ്പോഴാണ് അതിൽ പഴുപ്പ് പോലെ കണ്ടത്. പഴുപ്പ് അല്ലെങ്കിൽ ഒരു വെള്ള കളറ്, കട്ടിയിൽ നല്ല വെള്ള കളറ്. അപ്പോൾ നമ്മുടെ പ്രാവിൽ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബ്രീഡർമാരും അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അത് കാങ്കർ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ അവർ നമുക്ക് കുറച്ച് ഇതൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മളും നോക്കിയായിരുന്നത്, ഇതിനെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു തന്നായിരുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിനെ വായിൽ തൊണ്ടയിലോ ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ബഡ്സ് വെച്ച് നന്നായിട്ട് എടുത്ത് കളയണം. ബഡ്സ് ഉപയോഗിച്ച് തോണ്ടി എടുത്ത് കളയണം. അപ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ ബ്ലഡൊക്കെ വരും. പിന്നെ അത് വായിൽ എല്ലാ സ്ഥലത്തും കാങ്കർ എന്ന് പറഞ്ഞ അസുഖം ഒരു വെള്ള പഴുപ്പ് പോലെ അല്ലെങ്കിൽ ഒരു പൊറ്റ പോലെയൊക്കെ ഉള്ളിൽ വരും. അതപ്പോൾ കുറച്ച് ഇവിടെ വന്ന പ്രാവിന് ഉള്ളിലായിരുന്നു, കുറച്ചുകൂടി തൊണ്ടയിൽ താഴേക്ക് ഇറങ്ങിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ തോണ്ടി എടുക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റണ്ടായില്ല. അപ്പോൾ നമ്മൾ അതിന് 2-3 മെഡിസിൻസ് ഉപയോഗിച്ചിരുന്നു. അത് ഒന്നാമത് ഉപയോഗിച്ചായിരുന്നത് നമ്മൾ മെട്രോജെൽ എന്ന് പറഞ്ഞാൽ ഈ സിറപ്പാണ് നമ്മൾ കൊടുത്തായിരുന്നത്. ഒരു 3 തുള്ളി വെച്ച് കാലത്തും വൈകിട്ടും കൊടുത്തായിരുന്നു മെട്രോജെൽ. അതിൽ ന്യൂർ മെട്രോജെൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ മെട്രോജെൽ അല്ലെങ്കിൽ ന്യൂർ മെട്രോജെൽ എന്ന് പറഞ്ഞൊരു ഒരു സിറപ്പാണ്. 30 രൂപയാണ് ഇതിന് എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിക്കുക. ഇത് കാലത്തും വൈകിട്ടും തൊണ്ടയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക, 3 തുള്ളി വീതം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് അത് വിട്ടു പോരാനായിട്ടൊരു കാൻഡീഡിൻ്റെ മൗത്ത് പെയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഇത് വരുന്നുണ്ട്, 25 ml. അതൊരു 140 രൂപയാണ് വരുന്നത്. കാൻഡീഡിൻ്റെ മൗത്ത് പെയിൻറ്റ് ഇതും മെട്രോജെൽ വെച്ച് 3 തുള്ളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് എവിടെയാണോ കാങ്കർ ഉള്ളത് അതുമൊന്ന് 3 തുള്ളി നനയുന്ന ഇതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2-3 ദിവസം ഒഴിച്ചു കൊടുത്തപ്പോൾ ഒന്നുകൂടി വലുതായി ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് വിട്ടു പോകുന്ന ഇതിലായി. അപ്പോൾ നമുക്ക് തോണ്ടിയെടുക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഈ 2 മെഡിസിനാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. മെട്രോജെലിൻ്റെ ഒരു സിറപ്പും പിന്നെ ഒരു മൗത്ത് കാൻഡീഡ് പെയിൻറ്റ് എന്ന് പറഞ്ഞ പെയിൻറ്റ് എന്നാണ് അതിൻ്റെ പേര്, കാൻഡീഡിൻ്റെ മൗത്ത് പെയിൻറ്റ്. ഈ 2 മെഡിസിൻസാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. നമുക്കിപ്പോൾ ബേഡ് റിക്കവർ ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ബഡ്സൊക്കെ തോണ്ടിയെടുക്കാൻ നമുക്ക് പറ്റിയിരുന്നില്ല, കാരണം അത്രയ്ക്കും പുറത്തേക്ക് പറഞ്ഞ വിധത്തിലല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ച് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പുറത്തേക്ക് വിട്ട് ഇങ്ങോട്ട് പോരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാങ്കർ എന്ന് പറഞ്ഞ അസുഖത്തിന് നമുക്കിപ്പോൾ ഭേദമായി കിട്ടിയത്. അപ്പോൾ നമ്മുടെ ബേഡിനെ കാണിക്കാം. ഇനി എങ്ങനെ ബേഡിനെ നമ്മൾ അത് അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേഡ്. ഈ മുഖിക്കാണ് നമ്മുടെ കാങ്കർ എന്ന് പറഞ്ഞ അസുഖം വന്നായിരുന്നത്. അപ്പോൾ ഇത് വരാനുള്ള ഇതൊക്കെ ഇവിടെ തൊണ്ടയിൽ ഇവിടെ ഈ സൈഡിലൊക്കെ വരാം, ഒന്നില്ലെങ്കിൽ ഉള്ളിൽ വരാം, ഇങ്ങനെ വരാം. വായയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കാങ്കർ എന്ന് പറഞ്ഞ അസുഖം വരാം. നമ്മുടെ ബേഡിന് വന്നിരുന്നത് കുറച്ച് ഉള്ളിലായിട്ട് അങ്ങോട്ടായിരുന്നു, തൊണ്ടയിൽ കുറച്ചായിട്ട് ഇറങ്ങിയിട്ടായിരുന്നു വന്നത്. ഇപ്പോൾ ഒരു ലേശം കൂടിയും കളയാനുണ്ട്. നമ്മൾ ഇന്നലെ ഒട്ടുമിക്ക ഇതും ക്ലിയർ ആക്കിയിരുന്നു. ബേഡ് എന്നാലും ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ലേശം കൂടിയും ക്ലിയർ ചെയ്യാനുണ്ട് നമ്മുടെ ബേഡിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ കാങ്കർ വന്നായിരുന്നു മുഖി. ഇപ്പോൾ റിക്കവറായി ആൾ ഫുള്ളി റിക്കവറായി. ബേഡും ഒക്കെയാണ്, പക്ഷെ എന്നാലും ഒരു ലേശം കൂടിയും അതിൻ്റെ കാങ്കറിൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മൾ എടുത്ത് കളയണം. നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. അതിന് ശേഷം ഇത് തുറന്നതിന് ശേഷം ഒരു 3-4 തുള്ളി, നമ്മൾ ബേഡ് അത്ര ഓക്കെ ആയതുകൊണ്ട് ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, ഒരു 3-4 തുള്ളി മതി. അതെടുത്തതിന് ശേഷം നമ്മൾ ബേഡിനെ
താഴെ ഇങ്ങനെ വെച്ച് താഴെ വയ്ക്കുകയാണെങ്കിൽ നെഞ്ചത്ത് ചേർത്ത് വയ്ക്കാം. നമുക്ക് സിമ്പിളായിട്ട് തോന്നിയത് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് വായൊന്ന് തുറന്ന് പിടിച്ചതിന് ശേഷം നല്ല ബേഡിന് ഹെൽത്തി ഉള്ളതുകൊണ്ട്, വേറെ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 3-4 തുള്ളി ഇങ്ങനെ കൊടുക്കാം. അതൊന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കാൻഡിഡിൻ്റെ മൗത്ത് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാറുള്ളൂ. ഇത് കുറച്ച് നേരം ആ കാങ്കർ ഉള്ളിടത്ത് കുറച്ച് നേരം ഈ ജെല്ല് കിടക്കണം. കാൻഡിഡ് മൗത്ത് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ജെല്ല് പോലത്തെ ഒരു ഇതാണ്. നമ്മളിങ്ങനെ തുറന്നതിന് ശേഷം എവിടെ കുറച്ച് നമ്മുടെ പ്രാവിന് വന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു 3-4 തുള്ളി കറക്റ്റ് അത് കാങ്കർ ഉള്ളിടത്തുനിന്ന് ഈ ലിക്വിഡ് വീണ വിധത്തിൽ വേണം ഒഴിക്കാൻ. ഇതിങ്ങനെ നമ്മൾ ഒരാഴ്ച തുടർന്നതിന് ശേഷമാണ് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബേഡ് ലാച്ചും കൂടി അവിടെ നിന്ന് വിട്ടു പോരാനുള്ളൂ കാങ്കറിൻ്റെ. ഇത് ബേഡ് ഓക്കെയാണ്. ഇത് ശരിക്കും ആ ലിക്വിഡ് കാൻഡിഡ് മൗത്ത് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അവിടെ വീഴണം ആ കാങ്കർ ഉള്ളിടത്ത്. എന്നാൽ മാത്രമാണ് അത് വിട്ടു പോരുള്ളൂ പെട്ടെന്ന്. നമുക്ക് പിന്നെ ബഡ്സ് ഉപയോഗിച്ചാണ് ഇത് തോണ്ടി എടുക്കേണ്ടത്. കുറച്ചൊന്ന് പുറത്തേക്ക് പൊളിഞ്ഞ് തുടങ്ങുമ്പോൾ നന്നായിട്ട് ബഡ്സ് ഉപയോഗിച്ച് പൊളിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ബ്ലഡൊക്കെ വരും. അത് സാറില്ല, എന്തായാലും വരുന്നതായിരിക്കും. ഇത് കാരണം നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തോണ്ടി എടുക്കാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തുടക്കം തന്നെ അവർ തോണ്ടിയെടുത്ത് കളയും. നമ്മൾ നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ തോണ്ടിയെടുക്കാൻ പോയിട്ട് പറ്റണ്ടായിരുന്നില്ല. നമുക്ക് അത്രയും ഒട്ടിച്ചേർന്നിരിക്കുകയായിരുന്നു ഇത്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് നമ്മുടെ ഇവിടെ പ്രാവുകൾക്ക് ആദ്യമായിട്ടാണ് കാങ്കർ എന്ന് പറഞ്ഞ അസുഖം നാം കണ്ടത്. നമ്മൾ തുടക്കം തന്നെ കണ്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പ്രാവിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ 2-3 ദിവസം കഴിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ മരുന്നുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോണ്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ കാങ്കർ വന്നായിരുന്ന പ്രാവ്. ഇതിപ്പോൾ ആള് ബേഡ് ഒരു 99% ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ലേശം കൂടിയും അതിൻ്റെ തൊണ്ടയിൽ ഒരു ലേശം കൂടി ഉണ്ട്. അത് നമ്മൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഓക്കെ പുറത്തേക്ക് എടുത്ത് കളയാറാവും. അപ്പോൾ അങ്ങനെ കാങ്കർ വന്നു എന്ന് വിചാരിച്ച് നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാവുന്നതാണ് ബേഡിനെ. നമുക്ക് ബേഡ്സിന് നമ്മളിവിടെ പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മൾ മരുന്ന് ചെയ്താൽ നമുക്ക് ബേഡ് റിക്കവർ ചെയ്ത് കിട്ടിയിരിക്കുന്നു.